ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. അതായത് 2023 ഡിസംബർ സൈക്കിൾ പരീക്ഷയുടെ ഇ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ഇ സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ഇ സർട്ടിഫിക്കറ്റ് JRF അവാർഡ് ലെറ്റർ എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ സാധാരണ അഡ്മിറ്റ് കാർഡും നമ്മുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ഇവിടെ ചെയ്യേണ്ടതില്ല. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത്, നമുക്ക് സെറ്റിനൊക്കെ ലഭിക്കുന്നത് പോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി നമ്മൾ എവിടേക്കും അയക്കേണ്ടതില്ല. ഒറിജിനലായിട്ട് വേറൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാനുമില്ല. നമുക്ക് നെറ്റ് ലഭിച്ചു എന്നതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആകണമെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ്, PWD ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ള EW സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് OBC ആണെങ്കിൽ 50% മാർക്കോട് കൂടിയുള്ള PG, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 55% മാർക്കോട് കൂടിയുള്ള PG. ഇനി നിങ്ങൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ, അതായത് നമുക്ക് നെറ്റ് ലഭിച്ചു കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ PG കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മൾ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നോ അവിടെയൊക്കെ നമ്മളോട് ഈ ഒരു രേഖകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.